നമസ്കാരം. ഇന്ന് എന്റെ കൂടെ സുദർശനുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഫ്രെയിമിൽ ഒരുമിച്ച് വരുന്നത് ആദ്യമായിട്ടാണ്. സന്തോഷം. അതിന്റെ സന്തോഷം പ്രകടിപ്പിക്കുക സുദർശൻ. നമ്മളിപ്പോ ഇന്നിപ്പോ സംസാരിക്കാൻ പോണത് നന്ദഗോവിന്ദം ഭജൻസിനെ പറ്റിയിട്ടാണ്. എനിക്ക് തോന്നി ചേച്ചി തുടങ്ങിയപ്പോഴേ തോന്നി അതായിരിക്കും ചോദിക്കാൻ പോകുന്നത്. അതെ, ഞാനൊക്കെ നന്ദഗോവിന്ദം ഭജൻസ് എവിടെയെങ്കിലും അമ്പലങ്ങളിലുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് കാത്തു നിന്ന് ടിക്കറ്റ് കിട്ടാത്ത അവസരങ്ങളിൽ പോലും ബാക്കിൽ നിന്ന് അവരെ ഒന്ന് ദൂരെ നിന്നെങ്കിലും ഒന്ന് കണ്ട് പാട്ട് കേട്ടിട്ടുള്ള അനുഭവങ്ങൾ എനിക്കുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു സംഭവം കേട്ടപ്പോ എനിക്ക് ആദ്യം ഒരു വിഷമം തോന്നി. അയ്യോ, ക്ഷേത്രത്തിൽ അതിപ്പോ ക്രിസ്തീയ മതത്തിനോടുള്ള ഒരു വിരോധമോ അല്ലെങ്കിൽ യേശുവിനോടുള്ള ഒരു വിരോധമോ ഒന്നുമല്ല, ഒരു ക്ഷേത്രത്തിൽ അത് വേണ്ടിയിരുന്നോ എന്ന് എനിക്ക് തോന്നി. പക്ഷെ പിന്നീട് അതിനുശേഷം വന്ന ഓരോ അഭിപ്രായങ്ങളും അവരുടെ വിശദീകരണങ്ങളും ഒക്കെ കണ്ടപ്പോ ശരിയാണ്, അവരുടെ തീരുമാനം ശരിയാണെന്ന് തോന്നി. പക്ഷെ സമൂഹ മാധ്യമങ്ങളിൽ അവരെ വല്ലാതെ വേട്ടയാടുന്നുണ്ടെന്നോ ഈ വിഷയം വല്ലാതെ വിവാദത്തിലേക്ക് വലിച്ചിടുന്നെന്നോ ഒക്കെ എനിക്ക് ഇന്നലെ തോന്നിപ്പോയി. ഒരുപാട് പോസ്റ്റുകൾ അതിനെ തുടർന്ന് വായിച്ചപ്പോ ഇതിൽ എന്തെങ്കിലും ഒരു പ്രത്യേക ഉദ്ദേശമുണ്ടോ, ഗൂഢലക്ഷ്യം എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ തന്നെ ചിന്തിക്കേണ്ടി വരും കവിത നമുക്ക്. കാരണം ഇപ്പം ഇത് പോസ്റ്റൊക്കെ കാണുമ്പോൾ സമൂഹ മാധ്യമങ്ങളെ വേണ്ടായിരുന്നു തോന്നിപ്പോവാണ്. അത്രയും വികലമായിട്ട് ആ ഒരു സംഭവത്തെ പലരും അവതരിപ്പിക്കുന്നത് കണ്ടു. ഇതിന് പിന്നിൽ ഒരു അജണ്ടയുണ്ട് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. കാരണം നേരത്തെ ചേർത്തലയിലെ മന്തി വിഷയം, വിഷുക്കണിയുമായി ബന്ധപ്പെട്ട മന്തി വിഷയം, ഇത് സമൂഹ മാധ്യമങ്ങളിലും അടക്കം കത്തി നിൽക്കുമ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഇത് ഏപ്രിൽ 14 ഈ ഭജന നടന്നത്. ആ ദിവസം കഴിഞ്ഞിട്ട് ഒരു 5-6 ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് ഇതൊന്ന് കത്തിക്കുന്നത്. അപ്പം അവിടെ കോട്ടയം ജില്ലയിലെ വേമ്പിൻകുളങ്ങര നട്ടാശ്ശേരി എന്ന സ്ഥലത്ത്, ടൗണിനടുത്ത് തന്നെയാണ്, വേമ്പിൻകുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് ഈ ഭജന അരങ്ങേറിയത്. ഞാൻ കോട്ടയംകാരനാണ്, അറിയാലോ. എന്റെ വീട്ടിൽ നിന്ന് ഏതാണ്ട് 5 കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഞാൻ അവിടെ പോയിട്ടുണ്ട്. എന്റെ ധാരാളം സുഹൃത്തുക്കൾ ആ ക്ഷേത്രത്തിന് സമീപത്തൊക്കെ തന്നെയുണ്ട്. ഈ ക്ഷേത്രത്തിന് സമീപത്ത് തന്നെ ഒരു സ്കൂളും അവരുടെ ഒരു പള്ളിയും ആരാധനാലയവും ഒക്കെ ഉണ്ട്. ഈ ആരാധനാലയത്തിന്റെ മുറ്റത്താണ് ആ ഭജന കാണാൻ വന്ന ആളുകളുടെയൊക്കെ വണ്ടി പാർക്ക് ചെയ്യാൻ പള്ളിക്കാർ അനുവാദം കൊടുത്തത്. ഇത് പറഞ്ഞുകൊണ്ട്, അതായത് ഈ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് നവീൻ എന്ന ഗായകൻ ഈ ഒരു പാട്ട്, ഈ ഒരു ക്രിസ്തീയ ഭക്തിഗാനം പാടിയത്. അതൊരു ക്രിസ്തീയ ഭക്തിഗാനമാണെന്ന് പറഞ്ഞാലേ അറിയുള്ളൂ. കാരണം കർണാടക സംഗീതത്തിന്റെ ശീലുകൾ അതിനകത്ത് കടന്നു വന്നു വളരെ മനോഹരമായിട്ട് ആ പയ്യനത് പാടുകയും ചെയ്തു. അതിനുശേഷം ഇത് സമൂഹ മാധ്യമങ്ങളിൽ ഇത് ക്ഷേത്രമാണ്, ഇവിടെ ഹിന്ദു ഭക്തിഗാനങ്ങൾ മാത്രം പാടിയാൽ മതി, ഭജനക്കിടയിൽ ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ ആലപിക്കുന്നത് ശരിയല്ല എന്ന തരത്തിലുള്ള അഭിപ്രായം കടന്നു വന്നു. തുടർന്ന് അറിയാലോ, കഥകൾ അറിയാം. ഇത് ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് തന്നെ ഇത് പ്രചരിപ്പിക്കുകയാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളായ ഭക്തജനങ്ങളെ അവർ തമ്മിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കുക, ഒരു വേർതിരിവുണ്ടാക്കുക. അതായത് ഇതിനെ അനുകൂലിക്കുന്നവരുമുണ്ട്, പ്രതികൂലിക്കുന്നവരുമുണ്ട്. ഞാനും കവിതയും ഒക്കെ അതിനെ അനുകൂലിക്കുമ്പോൾ മറ്റു പലരും ഇതിനെ പ്രതികൂലിക്കുന്നു, അവരെ വഴക്ക് പറയുന്നു, ചീത്ത പറയുന്നു, നിങ്ങളെ വളർത്തിയത് ഞങ്ങളാണെന്ന് പറയുന്നു, സ്പർദ്ധ ജനിപ്പിക്കും വിധം സംസാരിക്കുന്നു, അങ്ങനെ പലതും നടക്കുന്നുണ്ട്. അപ്പം ഇത് ഒരു സെറ്റ് ചെയ്ത അജണ്ടയുടെ ഭാഗമായിട്ട് ഗൂഢലക്ഷ്യത്തോടെയാണ് ഇത് പ്രചരിപ്പിക്കുകയും പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്യുന്നത്. ഹിന്ദു നാമധാരികളായ പ്രൊഫൈലുകൾ അത് പലതും ക്രിയേറ്റ് ചെയ്യപ്പെട്ട് അതിൽ നിന്ന് കള്ള സ്ക്രീൻഷോട്ടും ഫോട്ടോഷോപ്പും ഒക്കെ ചെയ്തും പലതും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മുതൽ. നമ്മളത് കണ്ടു. നമുക്കറിയാം, നമുക്ക് ഫേക്ക് ID കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, നമ്മൾ കാലങ്ങളായിട്ട് ഈ രംഗത്ത് നിൽക്കുന്നവരായതുകൊണ്ട്. അത്തരത്തിൽ ഒരു അജണ്ട സെറ്റ് ചെയ്യുന്നു. പിന്നെ വേറൊരു അജണ്ട എന്ന് പറഞ്ഞാൽ RSSനെയും സംഘപരിവാറിനെയും ഇതിലേക്ക് വലിച്ചിഴക്കലാണ്. ഇത്തരത്തിൽ വലിച്ചിഴക്കപ്പെടുമ്പോൾ RSS, കാരണം നേരത്തെ തന്നെ ഈ നന്ദഗോവിന്ദം ഭജൻസ്, ഇവിടെ ഈ ഭജൻസ് ഒക്കെ തന്നെ RSSന്റെ സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇവിടെ അരങ്ങേറുന്നത് എന്ന തരത്തിൽ ഒരു പ്രചരണം ഉണ്ടായിരുന്നു. കവിത അതെ. അപ്പം അത്തരത്തിൽ ഈ ഭജൻസ് ഇങ്ങനെ ഈ രീതിയിൽ ജനകീയമാകുമ്പോൾ, ക്ഷേത്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും ജനകീയമാകുമ്പോൾ അതിനെ തകർക്കുക, അതിനെ കരിവാരിത്തേക്കുക, അതിനെ ഇകഴ്ത്തി കാണിക്കുക, ഒപ്പം ഹിന്ദുക്കൾക്കിടയിൽ സ്പർദ്ധയും പ്രശ്നങ്ങളും ജനിപ്പിക്കുക എന്ന ഒരു അജണ്ടയോടെ ഒരു വിഭാഗം, അതാരാണെന്ന് നമ്മൾ കൃത്യമായി പറയുന്നില്ല, എങ്കിലും നമ്മുടെ നാട്ടിൽ മതസൗഹാർദ്ദവും സ്നേഹവും സാഹോദര്യവും നിലനിൽക്കരുത്, ഇവിടെ ഭിന്നിപ്പ് തന്നെ ഉണ്ടാകണം, ഇവിടെ ഇവർ തമ്മിലടിക്കണം, അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ ഒരു ഹൈന്ദവ വിശ്വാസത്തിന്റെ ആചാരക്രമത്തിന്റെ പേരിൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകണം, പ്രതിസന്ധി ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ഒരു പ്രവൃത്തിയാണ്, ദുഷ്പ്രവൃത്തിയാണ് ഇപ്പോൾ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വളരെ വേദനയോടുകൂടി നമുക്ക് പറയേണ്ടി വരുന്നു. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നവീൻ എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഗായകനാണ്. നവീന്റേതായ കുറെ ഇന്നോവേഷൻസ് ഈ ഭജനയിലൂടെ അവർ കൊണ്ടുവന്നു. അതിന്റെ ചുവട് പിടിച്ച് ഒരുപാട് ഭജന സംഘങ്ങൾ വരുന്നു. അപ്പൊ ശരിക്കും ഹിന്ദു സമൂഹത്തിന് അല്ലെങ്കിൽ ഇതുപോലൊരു
ഈ സ്തുതി ഈ ഹൈന്ദവ ഭക്തിഗാനങ്ങൾക്കൊക്കെ ഒരു ഉണർവ് വന്നത് ഇവർക്ക് ശേഷമാണ് എന്ന് തന്നെ പറയാം. അപ്പൊ ആ സ്ഥിതിക്ക് നവീൻ പറയുന്ന കാര്യങ്ങൾ, നവീൻ പറയുന്നത് അതിൽ യാതൊരു തെറ്റില്ല. നവീൻ പറയുന്നത് ഇവിടെ ഈ ദേശവിളക്കിന് ഈ രണ്ട് കൂട്ടരും കൂടെ ഒരുമിച്ചാണ് അവിടെ തിരി തെളിയിക്കുന്നത്. അതൊരു നല്ല കൺസെപ്റ്റ് അല്ലേ? പിന്നെ നമ്മൾ ആ ഒരു കൺസെപ്റ്റിനൊപ്പം പോകാതെ ഈ ഹിന്ദുക്കൾ അങ്ങനെ പറയുന്നുണ്ട്, ഹിന്ദുക്കളായവർ കുറച്ചുപേർ ഇതിനെ പ്രതികൂലിച്ചു പോകുന്നുണ്ട്, ശശികല ടീച്ചറിനെ പോലെയുള്ളവർ ഇതിനെ വിമർശിക്കുന്നുണ്ട്. ഇവരൊക്കെ ഇത്രമാത്രം ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. ഇത് അതാണ് പറഞ്ഞത്, അത്രയും ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കാൻ ഉതകുന്ന രീതിയിലുള്ള തെറ്റായ വിവരങ്ങൾ വരെ പ്രചരിപ്പിക്കുന്നുണ്ട്. ഈ ക്രിസ്തീയ ഭക്തഗാനം പാടിയത് നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചതാണ്, നേരത്തെ പ്ലാൻ ചെയ്ത് മനഃപൂർവ്വം പാടിയതാണ്. അവിടെ ചാണ്ടി ഉമ്മൻ, ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ മകൻ ചാണ്ടി ഉമ്മൻ ആ ഭജന കേൾക്കാനുണ്ടായിരുന്നു. അതുപോലെ ഈ നവീനെ പഠിപ്പിച്ച അധ്യാപകര്, അതുപോലെ തന്നെ നവീൻ LKG മുതൽ ആ ഹോളി ഫാമിലി സ്കൂളിൽ പഠിച്ച പയ്യനാണ്. അപ്പം അത്തരത്തിൽ അവരോടുള്ള ആ ഒരു സ്നേഹം കൊണ്ടും കരുതൽ കൊണ്ടും ആ ഈശ്വര സങ്കല്പം ഒന്നാണ് എന്നുള്ള ആ ഒരു പൊതു തത്വത്തെ മുമ്പോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി കൂടിയാണ് ആ ഗായകൻ ആ പാട്ട് പാടിയത്. അത് മനഃപൂർവ്വം പാടിയതാണ്. ഇവിടെ ഹിന്ദുധർമ്മത്തെ മോശം ആക്കാൻ വേണ്ടി മനഃപൂർവ്വം ക്രിസ്തീയ ഗാനം പാടി. ഒരു ക്രിസ്തീയ ഗാനം ഒരു ഭജനയിൽ പാടിയാലൊന്നും ഹിന്ദുധർമ്മം മോശമാകില്ല എന്നുള്ള സാമാന്യ ബോധമെങ്കിലും ശശികല ടീച്ചറിനെങ്കിലും വേണമായിരുന്നു. അവർക്ക് ഇത്രയും പൊതുപ്രവർത്തന പരിചയമുള്ള ഒരു സ്ത്രീയല്ലേ. അപ്പം അത്തരത്തിൽ ചിന്തിക്കാനുള്ള ആ ഒരു സാമാന്യ ബോധം ഇക്കൂട്ടർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് നഷ്ടപ്പെടുത്തി ആ രീതിയിലേക്ക് അതിനെ എത്തിക്കാനായിട്ട് ഈ ഗൂഢലക്ഷ്യം വെച്ചവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്പൂതിരി പറയുന്നത് ഇനിയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിക്കുക അല്ലെ? ഇത് അവസാനിപ്പിച്ച് ഇത്രയും എത്തി, ഇതിലെന്താണ് ശരി, ഇത് നല്ലത് എന്താണെന്ന് മനസ്സിലാക്കി ഈ ഹിന്ദുക്കളായവർ തന്നെ അതിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയല്ലേ നല്ലത്? അത് തന്നെയാണ് വേണ്ടത്. മാത്രമല്ല ഈ നവീന്റെ വ്യക്തിപരമായിട്ട് നവീനെ ഒരുപാട് ചീത്ത വിളിക്കുന്ന തരത്തിലേക്കും അസഭ്യം പറയുന്ന തരത്തിലേക്കും വരെ കാര്യങ്ങൾ എത്തി. അങ്ങനൊന്നും ഒരിക്കലും പോകാൻ പാടില്ല. അയാളൊരു ഗായകനാണ്, അയാളൊരു കലാകാരനാണ്, അയാള് ഭജന സംഘത്തെ നയിക്കുന്ന വ്യക്തിയാണ്. അയാളെ ഒന്നും ആ രീതിയിൽ ഒരിക്കലും ചിത്രീകരിക്കാൻ പാടുള്ളതല്ല. അത് ചെയ്യുന്നത് ഭക്തർ എന്ന വ്യാജേന ചിലരുമുണ്ട്, യഥാർത്ഥ ഭക്തരുമുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, അവിടെ എന്റെ മനസ്സിൽ തോന്നിയ ഒരു സംഭവമാണ്, യേശുദാസ് എന്ന് പറയുന്ന ഗായകൻ, അദ്ദേഹം പാടി എത്രയോ ഗുരുവായൂരപ്പ ഭക്തി ഗാനങ്ങളുണ്ട് അല്ലെ? അത് തന്നെയാണ് ഹിന്ദുക്കളായ വ്യക്തികൾ നമ്മളെല്ലാവരും ഗുരുവായൂരപ്പനെ മുമ്പിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോഴേ നമുക്ക് യേശുദാസ് പാടിയ പാട്ടായിരിക്കും നമ്മുടെ മനസ്സിൽ ഗുരുവായൂരപ്പനെ പറ്റി വരിക. അങ്ങനെയുള്ളൊരു കൺസെപ്റ്റ് നമുക്കിവിടെ നേരത്തെ ഉണ്ട്. അങ്ങനെയെങ്കിൽ യേശുദാസ് പാടിയ ഗാനങ്ങളൊന്നും നമ്മൾ കേൾക്കാൻ പോലും പാടില്ലല്ലോ. ഇല്ല, ഹരിവരാസനം ശബരിമലയിൽ ആലപിക്കുന്നത് യേശുദാസന്റെ ശബ്ദമാണ്, അദ്ദേഹം ആലപിച്ചതാണ്. അതുപോലെ ഗുരുവായൂരപ്പനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ എത്രയോ ഭക്തിഗാനങ്ങൾ ഇന്നും ആൾക്കാർ പാടിക്കൊണ്ട് നടക്കുന്നു, ഈ ഭജന സംഘങ്ങൾ അടക്കം പാടിക്കൊണ്ട് നടക്കുന്നു. അപ്പം അത്തരത്തിൽ അതിനെ മതം കലർത്തി, അനാവശ്യമായി മതം കലർത്തി ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് ശരിയായ നടപടിയല്ല. ഈ ഗൂഢസംഘങ്ങളുടെ, അതായത് ഇതിൽ പ്രശ്നം ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നവരുടെ അവരുടെ അജണ്ടയ്ക്ക് മുന്നിൽ, അല്ലെങ്കിൽ അവരുടെ ആ ഗൂഢലക്ഷ്യത്തിന് മുന്നിൽ ഇവിടുത്തെ ഹൈന്ദവ ജനത, ഭക്തജനങ്ങൾ ഒന്നും വഴുതി വീഴരുത്. വഴുതി വീണു കഴിഞ്ഞാൽ അത് അവരുടെ വിജയമായിട്ട് മാറും. ഇവിടെ ഹിന്ദുക്കളെ തമ്മിലടിപ്പിക്കാനും ഹിന്ദുക്കൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഭക്തജനങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഈ ഭജന സംഘങ്ങളെ ഒതുക്കാനും വേണ്ടി കളിക്കുന്ന കളികളുടെ ഭാഗമായിട്ടാണ് ഇതൊക്കെ എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും. ഇവിടുത്തെ ഹൈന്ദവ ജനത, വിശ്വാസികൾ എല്ലാവരും, ക്രിസ്തീയ വിശ്വാസികളായാലും ഏത് മതവിശ്വാസികളായാലും നമ്മൾ സാഹോദര്യത്തോടെ സ്നേഹത്തോടെ മുമ്പോട്ട് പോവുകയാണ് വേണ്ടത്. അതാണ് നമ്മുടെ കേരളത്തിന് ഏറ്റവും ആവശ്യമായ ഒരു കാര്യം. അതിനെ തുരങ്കം വയ്ക്കുന്ന ഗൂഢലക്ഷ്യക്കാരുടെ പിന്നിൽ നമ്മൾ അണിനിരക്കരുത്. അവർ വരയ്ക്കുന്ന വരയിലൂടെ നടക്കരുത്. അവർ കുഴിക്കുന്ന കുഴിയിൽ നാം വീഴാനും പാടില്ല. അതാണ് നമുക്ക് പറയാനുള്ളത്. ഈ ഒരു ഗൂഢ അജണ്ട അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയെങ്കിലും അതിൽ നിന്ന് ഹൈന്ദവ സമൂഹം പിന്മാറേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഇല്ലെങ്കിൽ ഇത് കൂടുതൽ പ്രതിസന്ധികളിലേക്ക്, സാമൂഹ്യമായ മതപരമായ പ്രതിസന്ധികളിലേക്ക് കടന്നു ചെല്ലാനുള്ള സാധ്യതയുമുണ്ട്. അതെ, എന്തായാലും ബോധപൂർവം ചിന്തിക്കുന്നവരാകട്ടെ ഹിന്ദു, മറ്റുള്ളവരുടെ തെറ്റുകൾക്ക് അല്ല, അങ്ങനെയല്ല, ഇങ്ങനെയാണ് എന്ന് കൃത്യമായി തിരുത്തി കൊടുക്കാൻ സാധിക്കുന്നവനാകട്ടെ ഹിന്ദു എന്ന് നമുക്ക് ആശംസിക്കാം. തീർച്ചയായിട്ടും.